ഭരിക്കുന്നത് ഒരു മുഖ്യമന്ത്രിയാണോ അതോ വല്ല സൈബർ കള്ളനാണോ എന്ന് ചോദിക്കേണ്ട അവസ്ഥയിലാണ് നമ്മളിപ്പോൾ. പണ്ട് നമ്മൾ കേട്ടിട്ടുണ്ട് പോക്കറ്റ് അടിക്കാരും വീട് മുറിക്കുന്ന കള്ളന്മാരും. എന്നാൽ സ്വന്തം ജീവനക്കാരുടെ ഫോൺ നമ്പറും അഡ്രസ്സും മോഷ്ടിച്ച് പ്രേമലേഖനം പോലെ രാഷ്ട്രീയ സന്ദേശങ്ങൾ അയക്കുന്ന ഒരു ഹൈടെക് കള്ളനെ നമ്മൾ ആദ്യമായിട്ടാണ് കാണുന്നത്. എന്താണ് ഈ സ്പാർക്ക്? പാവം സർക്കാർ ജീവനക്കാരും അധ്യാപകരും തങ്ങളുടെ ശമ്പള വിവരങ്ങൾക്കായി വിശ്വസിച്ച് ഡാറ്റ നൽകുന്ന ഒരിടം. ആ പാവങ്ങളുടെ സ്വകാര്യതയിലേക്ക് അനുവാദമില്ലാതെ കയറി ചെല്ലാൻ പിണറായി വിജയന് ആരാണ് ലൈസൻസ് കൊടുത്തത്? ഇന്നലെ വരെ നമ്മൾ ബഹുമാനത്തോടെ ഓണറബിൾ ചീഫ് മിനിസ്റ്റർ എന്ന് വിളിച്ചു. എന്നാൽ കെ.സി. വേണുഗോപാൽ ഇന്ന് കൃത്യമായി പറഞ്ഞു, ഡാറ്റ മോഷ്ടിക്കുന്ന ഇദ്ദേഹത്തെ ഇനി മുതൽ ചീഫ് മിനിസ്റ്റർ എന്ന് വിളിക്കേണ്ടി വരുമെന്ന്. സ്പാർക്ക് പോർട്ടലിലെ ഡാറ്റ ദുരുപയോഗം സംബന്ധിച്ച ഹൈക്കോടതിയുടെ കടുത്ത വിമർശനം മുഖ്യമന്ത്രിയുടെ ഓഫീസിനെതിരായ ഗുരുതരമായ കുറ്റപത്രമാണെന്ന് കെ.സി. വേണുഗോപാൽ തുറന്നടിക്കുകയാണ്. സർക്കാർ ജീവനക്കാരുടെയും അധ്യാപകരുടെയും വ്യക്തിഗത വിവരങ്ങൾ രാഷ്ട്രീയ പ്രചാരണത്തിനായി ഉപയോഗിച്ചത് പ്രഥമ ദൃഷ്ട്യാ സ്വകാര്യത ലംഘനമാണെന്ന കോടതിയുടെ നിരീക്ഷണം സർക്കാരിന്റെ ഭരണ നൈതികതയെ ചോദ്യം ചെയ്യുന്നതാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. സ്വകാര്യ ആവശ്യങ്ങൾക്ക് മാത്രം നൽകിയ ഡാറ്റ എങ്ങനെ രാഷ്ട്രീയ സന്ദേശങ്ങൾ അയക്കാൻ ഉപയോഗിച്ചു എന്ന ചോദ്യത്തിന് സർക്കാർ ഇതുവരെ മറുപടി നൽകിയിട്ടില്ല. ഗുണഭോക്താക്കൾക്കാണ് സന്ദേശങ്ങൾ അയച്ചത് എന്ന സർക്കാർ വാദം കോടതി തള്ളിയത് തന്നെ ആരോപണങ്ങളുടെ ഗൗരവം വ്യക്തമാക്കുന്നതാണ്. ഗുണഫലമൊന്നും ലഭിക്കാത്തവർക്കും സന്ദേശങ്ങൾ ലഭിച്ചതായി കോടതി ചൂണ്ടിക്കാട്ടിയതോടെ ഡാറ്റ സുരക്ഷ പൂർണ്ണമായി പരാജയപ്പെട്ടുവെന്നതും തെളിയുന്നുണ്ട്. സ്പ്രിംഗ്ലർ സംഭവത്തിന് ശേഷം വീണ്ടും ഒരു ഡാറ്റ മോഷണ ആരോപണം ഉയരുന്നത് ആശങ്കാജനകമാണെന്നും ബഹുമാനത്തോടെ ഓണറബിൾ ചീഫ് മിനിസ്റ്റർ എന്ന് വിളിച്ച ആളെ ഇനി ചീഫ് മിനിസ്റ്റർ എന്ന് വിളിക്കേണ്ട അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നതെന്നും അദ്ദേഹം വിമർശിച്ചത്. വ്യക്തിഗത ഡാറ്റ ശേഖരിച്ച ഉദ്ദേശത്തിന് മാത്രം ഉപയോഗിക്കണമെന്ന നിയമ തത്വം ലംഘിച്ച സർക്കാർ നിയമത്തിന്റെ കാവൽക്കാരനാകേണ്ടടുത്ത് നിയമലംഘനത്തിന്റെ പ്രതീകമായി മാറുകയാണെന്നും വേണുഗോപാൽ ആരോപിച്ചു. ഈ വിഷയത്തിൽ മുഖ്യമന്ത്രിയെ തേച്ചൊട്ടിക്കുകയാണ് കെ.സി. വേണുഗോപാൽ. ഇനി ഒരു കാലം തനിക്കില്ല എന്ന് മനസ്സിലാക്കിയ മുഖ്യമന്ത്രി അടിതെറ്റി വീഴാൻ ഇനി നാളുകൾ മാത്രമേയുള്ളൂ. അതുകൊണ്ട് ഈ ഹൈക്കോടതി വിധിയിൽ മുഖ്യമന്ത്രിയെ വലിച്ചു കീറിയൊട്ടിച്ച കെ.സിയുടെ വാക്കുകൾ മുഖ്യന്റെ ദേഹത്തു വിടുന്ന ഓരോ കനൽ തരി പോലെയാണ്. കോടതിയിൽ പോയി സർക്കാർ പറഞ്ഞ ന്യായം കേട്ടാൽ ചിരിവരും. പദ്ധതിയുടെ ഗുണഭോക്താക്കൾക്കാണ് മെസ്സേജ് അയച്ചതുപോലും. ഹൈക്കോടതി അതങ്ങ് പച്ചയ്ക്ക് തള്ളി. വിവരങ്ങൾ ചോർത്തി രാഷ്ട്രീയ പ്രചാരണം നടത്തിയത് കൈയോടെ പിടിക്കപ്പെട്ടപ്പോൾ മുഖം നഷ്ടപ്പെട്ട അവസ്ഥയിലാണ് ഈ സർക്കാർ. അടിതെറ്റി വീഴാൻ പോകുന്ന ഈ ഭരണകൂടത്തെ വലിച്ചു കീറിയൊട്ടിച്ച കെ.സി. വേണുഗോപാലിന്റെ ആഞ്ഞടിക്കൽ നമുക്കൊന്ന് കണ്ടു നോക്കാം. കുരിഞ്ച് ഇത് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ അതിനർത്ഥം ഇതിനപ്പുറം ഒരു വാചകം കോടതി ഉപയോഗിക്കാനില്ല. അത്രയും തെറ്റായ കാര്യമാണ് ഈ സർക്കാർ ചെയ്തിരിക്കുന്നത് എന്നുള്ളത് വ്യക്തമായിട്ടുള്ള കാര്യമാണ്. ജനങ്ങളിൽ വിശ്വാസം നഷ്ടപ്പെട്ട്, ജനങ്ങൾക്ക് വിശ്വാസം നഷ്ടപ്പെട്ട്, മുഖം നഷ്ടപ്പെട്ട് നിൽക്കുന്ന ഒരു മുഖ്യമന്ത്രിയും ഭരണകൂടവും എങ്ങനെയെങ്കിലും മുഖം തിരിച്ചു പിടിക്കണം, അതിനുവേണ്ടിയുള്ള മിനുക്കൽ പരിപാടിയുമായി ഇറങ്ങിയിട്ട് കുറച്ച് ദിവസമായി. പക്ഷെ അതിന് പാവപ്പെട്ടവന്റെ സ്വകാര്യതയെ ബലിയാടാക്കുന്ന ഈ ക്രൂരകൃത്യം കേരളം ഒരിക്കലും പ്രതീക്ഷിക്കുന്നതല്ല. അങ്ങനെ അവന്റെ സ്വകാര്യതയെ കൂടി ബലിയാടാക്കുന്ന ക്രൂരകൃത്യത്തിനാണ് മുഖ്യമന്ത്രി നേതൃത്വം കൊടുത്തത്. അതിനെതിരായിട്ടാണ് കോടതി വിധി എഴുതിയിരിക്കുന്നത്. സത്യത്തില് ഈ സർക്കാർ കാവൽ മന്ത്രിസഭയാകാൻ പോകുന്ന സർക്കാരാണ് ദിവസങ്ങൾക്കകം. അതുകൊണ്ട് ഞാൻ രാജിവെച്ചൊഴിഞ്ഞു പോകണം എന്ന് പറയുന്ന കാര്യമില്ല. അത് ജനങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട് എന്തായാലും ഈ സർക്കാരിനെ പുറത്താക്കാൻ. പക്ഷേ ഓരോ ദിവസം കഴിയുന്തോറും വികൃതമായിട്ട മുഖവുമായിട്ട് നിൽക്കുന്ന ഒരു മുഖ്യമന്ത്രിയാണ് കേരളം കാണുന്നത്. ഇന്നത്തെ കോടതി വിധിയോടുകൂടി അത് ഒന്നുകൂടി വ്യക്തമായിരിക്കുകയാണ്. അതാണ് പറഞ്ഞത്. ആശാവർക്കർമാർ സമരം ചെയ്തപ്പോൾ ചർച്ചയില്ല, ഡോക്ടർമാർ സമരം ചെയ്യുമ്പോൾ ചർച്ചയില്ല, തൊഴിലുറപ്പ് തൊഴിലാളി സമരം ചെയ്താൽ ചർച്ചയില്ല, വിലക്കയറ്റത്തിനെതിരായി സമരം ചെയ്താൽ ചർച്ചയില്ല. ഇത് വൺ സൈഡഡ് സർക്കാരാണ്. അങ്ങോട്ട് പറയുക, എല്ലാം വാങ്ങിക്കുക, ജനങ്ങളിൽ നിന്ന് കൊടുക്കുന്ന വീട്ടുകരം കൂട്ടുക, വെള്ളം കൂട്ടുക, വെള്ളക്കരം കൂട്ടുക, വൈദ്യുതി കരം കൂട്ടുക, എല്ലാ കരങ്ങളും കൂട്ടി ജനങ്ങളെ പിഴിയുകയാണ്. അപ്പൊ ആ ഒരു ഭാഗത്തേക്ക് മാത്രം ചിന്തിക്കുന്ന സർക്കാരാണ്. അതുകൊണ്ട് തന്നെ ഡോക്ടർമാരുടെ സമരം ആരെയാണ് ബാധിക്കുന്നത്? പാവപ്പെട്ടവരെയല്ലേ ബാധിക്കുന്നത്. അവരെ വിളിച്ചിരുന്ന് ചർച്ച ചെയ്യണം. അവർ പറഞ്ഞ എല്ലാ ആവശ്യങ്ങളും അംഗീകരിക്കണോ വേണ്ടയോ എന്നുള്ളത് സർക്കാരിന്റെ സാഹചര്യം. പക്ഷെ അവരെ വിളിച്ചിരുത്തി ചർച്ച ചെയ്ത് ചെയ്യാവുന്ന കാര്യങ്ങൾ ചെയ്യണ്ടേ? എന്തായാലും അടുത്ത ഗവൺമെന്റ് ചെയ്യേണ്ട കാര്യങ്ങളാണ് ഇപ്പോൾ പ്രഖ്യാപിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്നത്തെ ശമ്പള കമ്മീഷണറെ അടക്കം എല്ലാ ആനുകൂല്യങ്ങളും അടുത്ത ഗവൺമെന്റ് ചെയ്യേണ്ട കാര്യങ്ങളാണ് ഇപ്പോൾ പ്രഖ്യാപിക്കുന്നത്. ഡോക്ടർമാർക്ക് എന്താ കുഴപ്പം? സമരം ചെയ്യുന്ന ഡോക്ടർമാരെ ചർച്ച ചെയ്തു. ഡോക്ടർ കമ്മ്യൂണിറ്റി
സത്യങ്ങൾ വിളിച്ചു പറയുന്നതിൽ ചില ഡോക്ടർമാർ ഉണ്ടായതുകൊണ്ട് ആ കമ്മ്യൂണിറ്റി മൊത്തം നിങ്ങൾ വെറുത്തോ? ചില ഡോക്ടർമാർ സർക്കാർ ആശുപത്രിയുടെ അസൗകര്യം വിളിച്ചു പറഞ്ഞതിന്റെ പേരിൽ നിങ്ങളുടെ കണ്ണിൽ ശത്രുവായി മാറി. അതുകൊണ്ട് ആ വർഗം മുഴുവൻ അങ്ങനെ ശത്രുവായ ഡോക്ടർ വർഗം മുഴുവൻ. ഇത്തരം കാര്യങ്ങളിൽ ഗവൺമെന്റിന് സത്യത്തിൽ ജനങ്ങളുടെ പക്ഷത്തു നിന്നുകൊണ്ട് ചിന്തിക്കാൻ പോലും കഴിയുന്നില്ല എന്നുള്ളതാണ് കാര്യം. ഓക്കെ, താങ്ക് യു.